ഹായ് മക്കളെ, കെമിക്കൽ ഇക്വിലിബ്രിയം 10ാം ക്ലാസ് സ്റ്റേറ്റ് സിലബസ് കെമിസ്ട്രിയിലെ 5ാമത്തെ ചാപ്റ്റർ കോമ്പൗണ്ട്സ് ഓഫ് നോൺ മെറ്റൽ എന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കെമിക്കൽ ഇക്വിലിബ്രിയം അഥവാ രാസ സന്തുലനം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ ഒരു റിവേഴ്സിബിൾ റിയാക്ഷന്റെ കേസിൽ പറയുമ്പോൾ ഏതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണെങ്കിലും അതിൽ ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും ഉണ്ടാവും. അപ്പൊ സ്റ്റാർട്ടിംഗ് ടൈമില് ഫോർവേഡ് റിയാക്ഷന്റെയും ബാക്ക്വേർഡ് റിയാക്ഷന്റെയും റേറ്റ് എപ്പോഴും ഡിഫറെന്റ് ആയിരിക്കും. പക്ഷേ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് ഒരു പോയിന്റ് എത്തുമ്പോൾ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും ഈക്വൽ ആകുന്ന സ്റ്റേറ്റ്, അതായത് ഫോർവേഡിന്റെ റേറ്റ് കുറയുകയും ബാക്ക്വേർഡിന്റെ റേറ്റ് കൂടുകയും ചെയ്ത് ഒരു പോയിന്റ് എത്തുമ്പോൾ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷനും റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷനും ഈക്വൽ ആകുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണ് കെമിക്കൽ ഈക്വിലിബ്രിയം അഥവാ രാസ സന്തുലനം എന്ന് പറയുന്നത്. അതായത് chemical equilibrium is a stage at which the rate of forward reaction become equal to the rate of backward reaction. Okay, ഇതിനെ വിളിക്കുന്ന പേരാണ് കെമിക്കൽ ഈക്വിലിബ്രിയം അഥവാ രാസ സന്തുലനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഗ്രാഫും അതുപോലെ ഡെഫിനേഷനും കൃത്യമായിട്ട് നിങ്ങൾ മറക്കാതെ പഠിച്ചു പോകുക. SLC എക്സാമിന് 1 മാർക്കിനോ 2 മാർക്കിനോ നിരന്തരം റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക.